അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ആശ്വാസം. MR അജിത് കുമാറിനെതിരായ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി തള്ളി. ഹാഷ്മി, നേരത്തെ അജിത് കുമാറിനെ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിക്ക് ഈ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ ചില വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. അതിന്റെ ഒരു തുടർച്ചയായാണ് ഇപ്പോൾ MR അജിത് കുമാറിന് ആശ്വാസം നൽകുന്ന വിധി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. അതായത് വിജിലൻസ് കോടതി നേരത്തെ വ്യക്തമാക്കിയത്, അതായത് ഈ താഴേക്കിടയിലെ ഒരു ഉദ്യോഗസ്ഥൻ, സല്യൂട്ട് ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച കേസ്, ആ റിപ്പോർട്ട് അത് അംഗീകരിക്കാനാകില്ല. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങളും വിജിലൻസ് കോടതി നടത്തിയിരുന്നു. പക്ഷേ ഇതെല്ലാം അടിസ്ഥാനരഹിതം എന്നുള്ള നിലപാടാണ് ഇപ്പോൾ കോടതി സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഒരു നടപടിക്രമങ്ങളും പാലിച്ചില്ല. സാധാരണഗതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് മുൻപാകെ അനുമതി സർക്കാരിന്റെ ഭാഗത്ത് വാങ്ങേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള അനുമതി വാങ്ങിയിട്ടില്ല വിജിലൻസ് കോടതി. അതെല്ലാം പരിഗണിക്കാതെയാണ് ഇത്തരത്തിൽ ഈ ക്ലീൻ ചിറ്റ് തള്ളിയത് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അജിത് കുമാറിനുള്ള എതിരെയുള്ള അന്വേഷണം അത് നടത്തണമെന്നുള്ള കാര്യം വേണമെങ്കിൽ പരിശോധിച്ച് മുന്നോട്ട് പോകാം എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിൽ ഈ ഹർജിയിൽ PV അൻവർ അടക്കമുള്ള ആളുകൾ MR അജിത് കുമാറിനെതിരെ കക്ഷി ചേർന്നിരുന്നു. പക്ഷെ അവർക്കൊക്കെ നിലവിൽ ഈ വിധി അത്ര സ്വീകാര്യമായിരിക്കില്ല. കാരണം അത് MR അജിത് കുമാറിന് ആശ്വാസം നൽകുന്ന ഒരു താൽക്കാലിക ആശ്വാസം നൽകുന്ന വിധിയാണ്. MR അജിത് കുമാർ ചോദ്യം ചെയ്തത് പ്രധാനമായും ഈ വിജിലൻസ് കോടതിയുടെ ഉത്തരവാണ്. അനധികൃത സ്വത്ത് സമ്പാദനം, അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് കേസ്, ഈ കവടിയാറിലെ ബിൽഡിംഗ്, അതോടൊപ്പം ആയി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് നെയ്യാറ്റിൻകര സ്വദേശി നഗേശൻ പരാതി നൽകിയത്, മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ആദ്യഘട്ടത്തിലെ പരാതിയിൽ നടപടിയെടുത്തില്ല. പക്ഷേ പിന്നാലെയാണ് 7 ദിവസത്തിന് ശേഷം ആ പരാതിയിൽ DGP ശുപാർശ ചെയ്യുന്നു, വിജിലൻസ് അത് അന്വേഷിക്കട്ടെ എന്ന്. ഒടുവിൽ ഒരു DYSP അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നു. ഒരു കേസിലും, അതായത് ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നും അജിത് കുമാറിന് പങ്കില്ല എന്നാണ് ആ വിജിലൻസ് റിപ്പോർട്ട് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത്. ആ വിജിലൻസ് റിപ്പോർട്ടിനെതിരെയാണ് തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതി രംഗത്ത് വന്നത്. ഈ വിജിലൻസ് റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ല, ഈ ക്ലീൻ ചിറ്റ് അംഗീകരിക്കാനാവില്ല തുടങ്ങിയ പരാമർശങ്ങൾ വിജിലൻസ് കോടതിയുടെ ഭാഗത്ത് വന്നു. ഇത് ചോദ്യം ചെയ്താണ് അജിത് കുമാർ ഹൈക്കോടതിയിലേക്ക് എത്തിയത്. ഹൈക്കോടതി അജിത് കുമാറിന്റെ വാദങ്ങളെ ശരിവെക്കുന്നു. അതിൽ ചില സാങ്കേതിക പിഴവ് വിജിലൻസ് കോടതിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ഈ വിജിലൻസ് കോടതിയുടെ കണ്ടെത്തലുകൾ തള്ളി അജിത് കുമാറിന്റെ ഹർജി കോടതി അംഗീകരിച്ചിരിക്കുന്നത്. ഹാഷ്മി.